എല്ലാം മായയാണ്. മായ എന്ന് പറയുന്നത് ഒരു കുഴപ്പം പിടിച്ച കാര്യമാണ്, കള്ളവുമല്ല. താൽക്കാലികമായ ഒന്നിനെ ശാശ്വതമെന്ന് കരുതുന്ന മനസ്സാണ് മായ. നമ്മൾ പിടിച്ചു നിൽക്കുന്നത് താൽക്കാലികമായ കാര്യങ്ങളിലാണെങ്കിൽ വേദന ഉറപ്പാണ്. ഈ സിനിമയിൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് പിന്നിൽ ഒരൊറ്റ ഉത്തരം മാത്രമേ ബാക്കി വരാറുള്ളൂ. ഈ കഥയിലെ നായകൻ അങ്ങനെ തന്നെയാണ്. ഞാൻ എന്തിനാണ് ഇത്രയും കാലം ഓടിയത്? ആരെ സന്തോഷിപ്പിക്കാനാണ് ഞാൻ എന്നെ തന്നെ മറന്നത്? എനിക്ക് കിട്ടിയത് നേട്ടങ്ങളാണോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ? അവനൊന്ന് തിരിഞ്ഞു നോക്കി പിന്നോട്ട് നോക്കുന്നു. നേടിയതെല്ലാം അവിടെയുണ്ട്, പക്ഷേ അവൻ മാത്രം അവിടെയില്ല. അപ്പോഴാണ് അവൻ മനസ്സിലാക്കുന്നത്, ഞാൻ ജീവിതമെന്ന് കരുതിയത് മാറിപ്പോകുന്ന കാഴ്ചകൾ മാത്രമായിരുന്നു. പിടിച്ചു നിൽക്കാൻ ഞാൻ ശ്രമിച്ചതെല്ലാം താൽക്കാലികമായ ഇല്യൂഷൻസ് ആയിരുന്നു. അതിലാണ് ഈ കഥയ്ക്ക് ഈ പേര്, സർവം മായ. ഈ സിനിമയിലെ നായകൻ വേറെ ആരുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോ റോൾ പ്ലേ ചെയ്യുന്നു. സമൂഹത്തിന് വേണ്ടി, പദവിക്ക് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി. എന്നാൽ ഇതിൽ നാം സംതൃപ്തരാണോ? ഇതാണോ നമ്മുടെ ലക്ഷ്യം? നമ്മളീ പലരും സമൂഹത്തിന് വേണ്ടി, ഇമേജിന് വേണ്ടി, സ്റ്റാറ്റസിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി ജീവിക്കുന്നു. ഇതാണ് സത്യത്തിൽ മായ. ജോലി, ഇമേജ്, ബന്ധങ്ങൾ, അംഗീകാരം, ഇതൊന്നും പൂർണ്ണമായും നമ്മുടെ കയ്യിലല്ല. നമ്മൾ ജീവിതത്തിന്റെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഞാൻ ആരാണ് എന്ന തിരിച്ചറിവ് പോലും നമുക്ക് ലോകത്ത് നിന്നായിരിക്കും നാം അറിയുന്നത്. എന്നാൽ ഇത് ശരിക്കും സത്യമാണോ, അതോ മായയും? ഇന്ത്യൻ ദർശനം പറയുന്ന ആഴമായ ഒരു സത്യമുണ്ട്, സർവം മായ. നമ്മളീ പലരും സമൂഹത്തിന് വേണ്ടി, ഇമേജിന് വേണ്ടി, സ്റ്റാറ്റസിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി ജീവിക്കുന്നു. ഇതാണ് സത്യത്തിൽ മായ. ജീവിതം ജീവിക്കുന്നില്ല, ഒരു പ്രൊജക്ഷനാണ് നാം ക്യാരി ചെയ്യുന്നത്. ഇതാണ് ശക്തമായ സത്യം. നാം നഷ്ടപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു ജീവിതത്തെയല്ല, മായയാണ്. ആ മായയാണ് നാം ജീവിതമായി കരുതുന്നത്. മനഃശാസ്ത്രം പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഇല്യൂഷൻ എന്ന് പറയുന്നത് കൺട്രോളാണ്. എനിക്കിതെല്ലാം നിയന്ത്രിക്കാമെന്ന് നാം കരുതുന്ന ഇടത്താണ് ജീവിതം നമ്മളെ തകർക്കുന്നത്. നിവിൻ പോളി ചെയ്ത പല കഥാപാത്രങ്ങളും നോക്കിയാൽ മനസ്സിലാകും, അത് വലിയ ഹീറോയോ വലിയ വില്ലൻ കഥാപാത്രമോ ആയിരിക്കില്ല. എന്നാൽ എല്ലാ കഥാപാത്രത്തിൻ്റെയും വീഴ്ച എന്ന് പറയുന്നത് ഒരു സ്ഥലത്തു നിന്നാണ്. അതായത് ജീവിതം ഒരു ഇല്യൂഷനാണെന്ന് തിരിച്ചറിയാതെ തന്നെയാണ് ജീവിതമെന്ന് കരുതി അതായി തന്നെ ജീവിക്കുന്നു. ആത്മീയത എന്ന് പറയുന്നത് ജീവിതത്തെ ഉപേക്ഷിക്കണം എന്നതല്ല, മറിച്ച് നമ്മുടെ അനുഭവങ്ങളെ നാം പിടിച്ചു കെട്ടരുത് എന്നത് തന്നെയാണ്. വേദന വന്നാൽ അതിനെ ഒരിക്കലും ജീവിതമാക്കരുത്. അതുപോലെ സുഖം വന്നാൽ അതിൽ നാം മുങ്ങിപ്പോകരുത്. ഇതെപ്പോൾ മനസ്സിലാക്കുന്നുവോ അപ്പോൾ മോചനം തുടങ്ങും. സർവം മായ എന്ന് പറയുന്നത് നിരാശയുള്ള ഒരു വാക്കല്ല, അത് ബോധത്തിന്റെ വാക്കാണ്. മാറിപ്പോകുന്നതിനെ കെട്ടിപ്പിടിക്കാതെ ഈ നിമിഷത്തെ മനസ്സിലാക്കി സ്നേഹിക്കുക, ആശ്ലേഷിക്കുക, ജീവിക്കുക, അനുഭവിക്കുക. അപ്പോൾ നമ്മൾ സത്യത്തിൽ വിക്ടിമല്ല, യഥാർത്ഥത്തിൽ സാക്ഷിയായി ജീവിക്കാൻ കഴിയും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാം മായയാണ്, പക്ഷേ ബോധം മായയല്ല. നമ്മൾ ഉണർന്നാൽ യാത്ര മാറും. ഈ വാക്കുകൾ നിങ്ങളുടെ ഉള്ളിലൊന്ന് തട്ടിയെങ്കിൽ ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്യാൻ മറക്കരുത്. കാരണം ഉണരേണ്ടവർ ഇന്നും മായയിൽ ജീവിക്കുന്നുണ്ട്. ലവ് യു ഓൾ, ബി ഹാപ്പി.